എല്ലാ ഷാലോൺ ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. MSMI സന്യാസിനി സഭാംഗമായ സിസ്റ്റർ കൊച്ചു ത്രേസ്യ തൻ്റെ കർമ്മമേഖലയിൽ വ്യത്യസ്തയാണ്. കണ്ണൂർ ജില്ലയിലെ രത്നഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവകാംഗമായ വെള്ളവള്ളിയിൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ 7 മക്കളിൽ മൂത്ത ആളായി ജനിച്ച സിസ്റ്റർ കൊച്ചു ത്രേസ്യ വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഈ സമർപ്പിത ദൈവവിളിയിലേക്ക് കടന്നു വന്നത്. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനായി സമർപ്പിച്ച് ഒരു മിഷണറിയായി സേവനം ചെയ്ത ഒരു കാലഘട്ടം സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ പ്രവർത്തന മേഖലയായ ആയുർവേദ വൈദ്യശാസ്ത്ര രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന സിസ്റ്റർ തൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു. മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സിസ്റ്ററിന് വീണ്ടും സ്വാഗതം. കഴിഞ്ഞയാഴ്ച സിസ്റ്ററിൻ്റെ ബാല്യകാല അനുഭവങ്ങളെക്കുറിച്ചായിരുന്നു പങ്കുവച്ചിരുന്നത്. സിസ്റ്റർ മഠത്തിൽ ചേർന്ന പിന്നെ സിസ്റ്ററിൻ്റെ പരിശീലന കാലഘട്ടത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? 1977 ജൂലൈ 3-ാം തീയതിയാണ് ആദ്യമായിട്ട് കോൺവെൻറ്റ് വരുന്നത്. കോൺവെൻറ്റ് വന്നപ്പോൾ വർഗീസിനാണ് അന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലറ്റീഷ്യ മദറായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ജനറാളമ്മ. ഞങ്ങൾ 32 പേരോളം അന്ന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഞങ്ങളുടെ ട്രെയിനിങ് ആദ്യത്തെ കാലഘട്ടത്തിൽ ഞങ്ങളെ പ്രാർത്ഥന, അതുപോലെ തന്നെ ക്ലാസ്സുകൾ, ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചറിനെ വെച്ച് ഞങ്ങളെ പഠിപ്പിച്ചു കുറച്ച് കാലത്തേക്ക്. അതിനുശേഷം ഞങ്ങളുടെ മിസ്റ്റസ് അന്ന് സിസ്റ്റർ ഡീക്നായായിരുന്നു. സിസ്റ്റർ ഒരു ചേച്ചിയെ പോലെയാണ് ഞങ്ങളോട് വളരെ കാര്യമായിട്ട് പെരുമാറിയിരുന്നത്. അതുപോലെ തന്നെ മദർ ഞങ്ങൾക്കൊരു അമ്മയെപ്പോലെയുമായിരുന്നു. അത്രമാത്രം സ്നേഹത്തോടെ നല്ല ഒരു അന്തരീക്ഷമാണ് എനിക്ക് കോൺവെൻറ്റിൽ അനുഭവിക്കാൻ ആയത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഒരു 6 മാസം 3 മാസത്തേക്ക് ഹൗസ് എക്സ്പീരിയൻസിനായിട്ട് ഒരു ബ്രാഞ്ച് ഹൗസിലേക്ക് വിട്ടു. നിലവിൽപ്പോഴാണ് എനിക്ക് വരാൻ സാധിച്ചത്. അങ്ങനെ 2 മാസം ബ്രാഞ്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയി. അതിനുശേഷം പിന്നെ നോവിഷ്യറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. നോവിഷ്യറ്റിലേക്ക് പ്രവേശിച്ച ആ സമയം മുതൽ ഞങ്ങൾക്ക് വളരെ സിസ്റ്റർ ജോസിയായിരുന്നു ഞങ്ങളുടെ നോവിസ് മിസ്റ്റസ്. ഒരമ്മയെ പോലെയുള്ള സ്നേഹവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ പഠിപ്പിക്കുന്നതിനും തിരുത്തുന്നതിനും സ്നേഹിക്കുന്നതിനും എല്ലാം ഞങ്ങൾക്ക് വളരെ സിസ്റ്ററിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്ററിന് ഞങ്ങളോടും പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ നന്നായിട്ട്, അതുപോലെ തന്നെ എല്ലാ ജോലികളും ഞങ്ങൾക്ക് ചെയ്യാനായിട്ടൊക്കെ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ഞങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഓസ്തി ഉണ്ടാക്കണമായിരുന്നു ചാപ്പലിലേക്ക്, നമ്മുടെ പള്ളിയിലേക്ക് ആവശ്യമുള്ളത്. അതെല്ലാം ഞങ്ങളാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മറ്റ് ചെടിത്തോട്ടത്തിലെ പണികൾ അങ്ങനെയെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ സന്യാസത്തെക്കുറിച്ചും അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചും ഓരോ സന്യാസ സഭകളെക്കുറിച്ചും എല്ലാം ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് സിസ്റ്റർ ജോസിയായിരുന്നു. അങ്ങനെ 1979 ഡിസംബർ 18-നാണ് ഞങ്ങളുടെ വെസ്റ്റേഷൻ. ഈ വെസ്റ്റേഷൻ്റെ സമയത്ത് ഞങ്ങൾ 16 പേര് ഞങ്ങളുടെ സിസ്റ്റേഴ്സായി. ആ സമയത്ത് സന്യാസ പരിശീലന ശേഷം സിസ്റ്ററിന് ആദ്യം കിട്ടിയ പോസ്റ്റിംഗ് എവിടെയായിരുന്നു? അവിടുത്തെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് നിലമ്പൂരായിരുന്നു. സിസ്റ്റർ ഡിഗ്നായാണ് എന്നെ അവിടെ കൊണ്ടുപോയി ആക്കിയത്. അതിന് 1 വർഷത്തേക്ക് പ്രസ്സിൽ പ്രിൻറ്റിങ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പ്രിൻറ്റിങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ ചാച്ചൻ രോഗിയായിട്ട് മരിക്കുന്ന ആ സമയം.
ഇപ്പം പ്രിൻറ്റിങ് ചെയ്ത ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് ചാച്ചനെ കാണാൻ എന്നെ വിട്ടു കോൺവെൻറ്റിൽ നിന്ന്. അങ്ങനെ ചാച്ചനെ കണ്ട് വീട്ടിൽ പോയിച്ച് വരുന്ന സമയത്ത് എൻ്റെ മുഖം ഒരു കോടിപ്പോയി, ഒരു വശത്തേക്ക്, ഈ വശത്തു നിന്ന് ഈ വശത്തേക്ക് കോടിപ്പോയി. അങ്ങനെ കോടി ഒരു മാസത്തേക്ക് അങ്ങനെ കോടിയിരുന്നു. ആ കോടിയ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും, അന്ന് നിർമ്മല ഹോസ്പിറ്റൽ അവിടെയുണ്ട്, അവിടെ പോവുകയും മരുന്ന് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്ന് കുറയാഞ്ഞിട്ട് പിന്നെ മഞ്ചേരിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചികിത്സിച്ചു. എന്നാൽ എത്ര ആയിട്ടും ഇത് മാറുന്നില്ലായിരുന്നു. അങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ട്, രാത്രി കിടന്നുറങ്ങുമ്പം കണ്ണടയില്ലായിരുന്നു. അങ്ങനെയൊക്കെ വളരെ ആ കാലഘട്ടം ഒരു മാസത്തേക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? കാരണം പിന്നെ വീട്ടിൽ പോയി വന്ന സമയത്ത് ചാച്ചൻ എന്നോട് പറഞ്ഞിരുന്നു, ചാച്ചൻ മരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചാച്ചൻ എന്നോട് പറഞ്ഞു. അപ്പം ചാച്ചൻ മരിക്കുന്നു എന്ന് എനിക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യമായിരുന്നുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പറയാനും കരയാനൊന്നും പറ്റിയില്ല. വന്ന വഴിക്ക് മുഴുവനും കരയുമായിരുന്നു. അങ്ങനെ തണുപ്പ് അടിച്ച് കരഞ്ഞു വന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചെമ്പേരിയിൽ നിന്നും നിലമ്പൂർ വരെ വരുന്ന സമയം വരെ കരയുമായിരുന്നു. അങ്ങനെ വന്നുകൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അസുഖം വന്നതെന്നുള്ളത്. ചികിത്സിച്ച് മാറാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ വിവരം എൻ്റെ സ്പിരിച്വൽ ഫാദറായ ഫാദർ തുരുത്തിമറ്റം, അഗസ്റ്റിൻ തുരുത്തിമറ്റത്തിനോട് പറഞ്ഞു, വിവരം അറിയിച്ചു. വേറൊരു സിസ്റ്റർ വഴി കത്ത് കൊടുത്തു വിട്ട്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ മദറിൻ്റെ അനുവാദത്തോടെ, എൻ്റെ അന്നത്തെ ഹൗസിലെ മദറിൻ്റെ അനുവാദത്തോടു കൂടിയാണ് കത്തെഴുതുന്നത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ പെരുവണ്ണാമൊഴി വരെ വന്ന്, അന്ന് സിസ്റ്റർ ജൈൽസ് ഇവിടെയാണ് ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരുന്നത്. സിസ്റ്റർ ജൈൽസിൻ്റെ ഹോസ്പിറ്റലിൽ വന്ന് മരുന്നും കഴിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അന്ന് തന്നെ എൻ്റെ കണ്ണടയുകയും മുഖം നേരെയാവുകയും ചെയ്തു, ഒരു ദിവസം കൊണ്ട് തന്നെ. അതിന് ശേഷം പിന്നെ കുളത്തുവേലിൽ അച്ഛനെയും മദറിനെയും ഒക്കെ കാണാൻ പോയി. ജെറ്റിഷ മദറിനെയും വർക്കച്ചനെയൊക്കെ കാണാൻ പോയി. അവരെ കണ്ട് എനിക്ക് സുഖമായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിലമ്പൂർക്ക് പോകുന്നത്. ആ നിലമ്പൂർ ചെല്ലുമ്പോഴാണ് എൻ്റെ ചാച്ചൻ മരിച്ചു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. പിന്നെ ഉടനെ വീട്ടിൽ പോവുകയും എൻ്റെ അമ്മാവൻ്റെ മോനാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ അനുജത്തിമാർ 2 പേരും കോൺവെൻറ്റിൽ ചേർന്നിരുന്നു. നേരെ ഇളയ അനുജത്തി വിമലാലയത്തിലും അതിൻ്റെ ഇളയ അനുജത്തി സെൻറ്റ് ജോസഫ് ക്ലൂണിയിലും. അങ്ങനെ ആ ചാച്ചൻ മരിച്ച ആകെ ഒരു സമയത്ത് വീട്ടിലൊത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. വീട്ടിൽ പോകാനും അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളിലും പങ്കുകൊള്ളാനും ഒക്കെ എനിക്ക് സാധിച്ചു. ഈ അസുഖം മാറുകയും ചെയ്തു. അസുഖം മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മിഷനിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടുന്നത്. സിസ്റ്റർ കൊച്ചുത്രേസ്യ വെള്ളവള്ളിയിൽ 1977 MSMI സമൂഹത്തിൽ ഒരു വർദ്ധനയായി ചേർന്ന കാലം മുതൽ സിസ്റ്ററിനെ വ്യക്തിപരമായി എനിക്കറിയാം. സിസ്റ്റർ കൊച്ചുത്രേസ്യ MSMI സമൂഹത്തിന് ഒരു അനുഗ്രഹവും വെള്ളവള്ളി കുടുംബത്തിന് ഒരു അഭിമാനവുമാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. സിസ്റ്റർ പരിശീലന കാലത്തും തുടർന്നുള്ള നാളുകളിലും ഏവർക്കും മാതൃകയായിരുന്നു. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ജീവിതം, അധ്വാനശീലം, ജീവിത ലാളിത്യം, മിഷൻ സ്പിരിറ്റ്, ആത്മാക്കളെ രക്ഷിക്കുവാനായി ഏത് ത്യാഗവും ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത, ഇതെല്ലാം വളരെ പ്രകടമായിരുന്നു. 1979 ആദ്യവ്രത വാഗ്ദാനം ചെയ്ത സിസ്റ്റർ ജൂനിയർ സിസ്റ്റർ ആയിരിക്കെ മിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള കാരണവും സിസ്റ്ററിൽ വിളങ്ങിയിരുന്ന മിഷൻ തീഷ്ണതയും ആധ്യാത്മിക ജീവിതവും പക്വതയാർന്ന പ്രവർത്തന ശൈലിയുമായിരുന്നു. ആന്ധ്രാപ്രദേശിലുള്ള ഏലൂർ രൂപതയിൽ MSMയുടെ ഒരു ഭവനം ആരംഭിക്കണമെന്ന് അന്നത്തെ രൂപതാധ്യക്ഷനായിരുന്ന മാർ ജോൺ മുളകട പിതാവ് വർഗീച്ചനോട് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യ ഗ്രൂപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ജൂനിയർ സിസ്റ്ററായിരുന്ന കൊച്ചുത്രേസ്യയും ഉണ്ടായിരുന്നു. പുതിയ ഭാഷയും സംസ്കാരവും ഭക്ഷണശൈലിയും എല്ലാം ആയിരുന്നെങ്കിലും അതിനോടൊക്കെ ചേർന്ന് പോകുവാനായിട്ട് വളരെയേറെ ഉത്സാഹം കാണിച്ചു. യാത്രാസൗകര്യങ്ങൾ തീരെ ഇല്ലാതിരുന്ന ആ പ്രദേശത്ത് കാൽനടയായും സൈക്ലിംഗ് പഠിച്ച് സൈക്കിൾ സവാരി ചെയ്തുമാണ് കുടുംബങ്ങൾ എത്തിച്ചേർന്നത്. അവിടെയുള്ള ആളുകളെ നേരിൽ കണ്ട് സംസാരിക്കുവാനും അവർക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും സിസ്റ്റർ ഉത്സാഹം കാണിച്ചു.
സിസ്റ്ററിൻ്റെ തീക്ഷ്ണതയാർന്ന പ്രവർത്തനങ്ങൾ ഏത് ത്യാഗം സഹിക്കുന്നതിനും തയ്യാറുള്ളതായിരുന്നു. 1981 മുതൽ 2000 വരെ ആന്ധ്ര മിഷനിൽ ഏലൂർ രൂപതയിലും കടപ്പ രൂപതയിലുമായി സിസ്റ്റർ കൊച്ചുത്രസ്യ സുസ്ഥിരമായ സേവനമനുഷ്ഠിച്ചു. മിഷൻ പ്രവർത്തനത്തിൽ സ്ഥാപക പിതാവിൻ്റെ വലിയ തീക്ഷ്ണതയും ചൈതന്യവും സിസ്റ്ററിനൊരു കൈമുതലായിരുന്നു. മിഷൻ രംഗത്തെ അനുഭവങ്ങളും അവിടുത്തെ പ്രവർത്തന രീതികളും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാമോ? 1982 ഫെബ്രുവരിയിലാണ് ഞങ്ങളെ ലറ്റിഷ്യ മദറാണ് ഞങ്ങളെ മിഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ആന്ധ്രയിലെ ഏലൂർ ഡയസിസിലാണ് ഞങ്ങളെ ആദ്യമായിട്ട്. ഏലൂർ ഡയസിസിലെ പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അന്നത്തെ കോൺവെൻറ്റ് തുടങ്ങുന്നത്. സിസ്റ്റർ ജിയോയും ഞാനും പിന്നെ സിസ്റ്റർ ജോസ് മെരിയ ഞങ്ങളെ സഹായിക്കാനായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. മദറാണ് ഞങ്ങളെ കൊണ്ടാക്കാൻ വരികയും ഞങ്ങളുടെ കൂടെ അവിടെ താമസിക്കുകയും ചെയ്തു കുറച്ച് ദിവസം. ലറ്റിഷ്യ മദർ അങ്ങനെ താമസിച്ചു. ഞങ്ങൾ അവിടെ പരിചയപ്പെടുത്തി. ഞങ്ങൾ ഭാഷ പഠിക്കാനായിട്ട് ഞങ്ങളെ അവിടെ ആക്കിയതിന് ശേഷം മദർ ഇങ്ങോട്ട് പോന്നു. 3 മാസത്തേക്ക് ഭാഷ പഠിച്ചു. അതിനുശേഷം ഞങ്ങൾ വില്ലേജ് വിസിറ്റ് ആരംഭിച്ചു. ഈ 3 മാസം ഭാഷ പഠിച്ചപ്പോഴേക്കും മറ്റ് 2 സിസ്റ്റർ, ഒരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു, സിസ്റ്റർ മെർലിനും സിസ്റ്റർ ജിയോയും കൂടെ സ്കൂൾ ആരംഭിക്കുകയും ഞങ്ങൾ പാസ്റ്ററൽ വർക്ക്, ഞങ്ങളെന്ന് പറഞ്ഞാൽ സിസ്റ്റർ ആൻസിറ്റായും ഞാനും കൂടിയാണ് പാസ്റ്ററൽ വർക്കിന് വേണ്ടി, അതായത് ഗ്രാമങ്ങളിൽ ചുറ്റും സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ആ ഒരു ജോലിയാണ് അന്ന് അവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ സൈക്കിളിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ. ഒരു 20 കിലോമീറ്റർ 15 കിലോമീറ്ററൊക്കെ ഞങ്ങൾ സൈക്കിളിൽ പോകണമായിരുന്നു. എതിർ കാറ്റൊക്കെ അന്ന് വളരെ ഉള്ളൊരു കാലഘട്ടമൊക്കെ ആയിരുന്നു. ഞങ്ങൾ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ. മല കുറവാണ് ഞങ്ങളുള്ള സ്ഥലത്ത്, പക്ഷേ ഭയങ്കരമായിട്ട് ഈ കാറ്റൊക്കെയുള്ള. അപ്പം ഞങ്ങൾ എന്നും സൈക്കിളിൽ പോയി തിരിച്ചു വരുമായിരുന്നു. രാത്രി കാലങ്ങളിൽ ചിലപ്പോഴൊക്കെ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വില്ലേജിൽ പോയി താമസിക്കുകയും അവിടെ ഒരാഴ്ച താമസിച്ച് ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ വീടുകളും സന്ദർശിക്കും. അതിനുശേഷം വൈകുന്നേരം അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കും. അതായത് സമഗ്ര വിമോചനം എന്നുള്ള ഒരു രീതിയിലാണ്. വചനത്തെക്കുറിച്ച് മാത്രമല്ല, അവരുടെ അതിഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്കാണ് അന്ന് ഞങ്ങൾ ചെല്ലുന്നത്. വെള്ളമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഭക്ഷിക്കാനില്ലാത്ത ഒരവസ്ഥ. പിന്നെ ജോലി ചെയ്യാനായിട്ട് അവർക്ക് ഒരാണ് ജോലി ചെയ്താൽ അവർക്ക് 10 രൂപയാണ് അന്ന് അവർക്ക് കിട്ടുന്ന കൂലി. ഈ 10 രൂപയും കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞുള്ള ഭാര്യയും മക്കൾക്കും കൊടുക്കാനുള്ളത് എല്ലാവരും ഭയങ്കരമായിട്ട് ആദിവാസി അവിടുത്തെ ജനങ്ങൾ, അതായത് എല്ലാവരുമല്ല, ജമ്മിമാർക്ക് ഉണ്ട്, ഈ പാവപ്പെട്ട മനുഷ്യർക്കൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ആ രക്ഷപ്പെടുത്തലിന് വേണ്ടിയിട്ട് വചനത്തിലൂടെ മാത്രമല്ല, അവർക്ക് പല സ്ഥലങ്ങളിലും ചില സ്ഥലത്ത് സ്കൂളൊന്നുമില്ല. അവർ പിള്ളേരെ സ്കൂളിൽ വിട്ടാൽ അവരെ പുറത്തിരുത്തും, അകത്ത് എല്ലാവരുടെയും കൂടെ ഇരുത്തില്ല. ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ അവർക്ക് ഇരുത്തുകയല്ലാത്തത് കൊണ്ട് അവരെ വയോജന വിദ്യ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ തന്നെ തെലുങ്ക് അവരെ പഠിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ടീച്ചറിനെ വെച്ച് ഒരു സ്ഥലത്ത് സ്കൂൾ ആരംഭിച്ചു. 2 വർഷത്തേക്ക് സ്കൂൾ ആരംഭിച്ചിട്ട് 1ാമത്തെ വർഷം പാസ്സായവരെ കൊണ്ടുപോയി മറ്റു സ്കൂളുകളിലും ബോർഡിങ്ങിലും ഒക്കെ ആയിട്ട് കൊണ്ടുപോയി ചേർത്തു. 2ാമത്തെ വർഷം പാസ്സായവരെ ഇങ്ങനെ 2ാമത്തെ വർഷവും കൊണ്ടുപോയി ചേർത്തു. അങ്ങനെ 2 വർഷം ഇതിന് വേണ്ടിയിട്ടുള്ള ആ സാലറിയൊക്കെ തന്നത് അന്നത്തെ അവിടെയുള്ള അച്ഛന്മാർ പള്ളോട്ടൈൻ ഫാദേഴ്സായിരുന്നു. അവരാണ് ആ ടീച്ചറിന് സാലറിയൊക്കെ കൊടുത്തത്. പിന്നെ ഓരോ വർഷങ്ങളിലും അനേകം പേരെ യേശുവിൽ വിശ്വസിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളൊന്നും സ്ഥായിയായ സ്കൂളുകളല്ല, അത് ജസ്റ്റ് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം സ്കൂളിൽ വിടാനായിട്ട് മാതാപിതാക്കൾ അതിന് സമ്മതമായി. കാരണം അവരുടെ പിള്ളേർ രക്ഷപ്പെട്ടാൽ മാത്രമേ അവർക്ക് രക്ഷ കിട്ടുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരാനും. അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ അവിടെ താമസിച്ച് ക്ലാസ് എടുക്കുമ്പോൾ സന്ധ്യയ്ക്ക് 7-8 മണിയാകുമ്പോൾ തൊട്ട് 10 മണി വരെ 11 മണി വരെ അവരോടൊപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ക്ലാസ്സിലായിരിക്കും. അതിനുശേഷം വീണ്ടും 4 മണിയാകുമ്പോൾ ഉണരും. അത് കഴിഞ്ഞ്
അവർക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ സെക്ഷനായിട്ടാണ്. ജെൻസിന് ഒരു ടൈമിൽ, ലേഡീസിന് ഒരു ടൈമിൽ, കുട്ടികൾക്ക് ഒരു ടൈമിൽ, അങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ലാസ്റ്റ് പിന്നെ അച്ഛന്മാർ വന്ന് ദിവ്യബലിയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുമായിരുന്നു. സിസ്റ്ററിൻ്റെ അപ്പം മിഷനിലുള്ള പ്രാർത്ഥന അനുഭവങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാം. അവിടെ ഞങ്ങൾ വില്ലേജിൽ പോയിക്കൊണ്ടിരുന്നത് എന്നും ആരാധന നടത്തി, സാധാരണ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പ്രയറും കുർബാനയും കൂടാതെ വ്യക്തിപരമായി ഞങ്ങളൊരു മണിക്കൂർ ആരാധന നടത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നത്. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൂടാതെ ബൈബിള് ബൈബിൾ വായിക്കുകയും ആ വായിച്ച വചനത്തിൻ്റെ വ്യാഖ്യാനം കർത്താവിനോട് തന്നെ ചോദിക്കും. അതെങ്ങനെയാണ് ഇത് പറയേണ്ടതെന്നുള്ളത്, വിവരിക്കേണ്ടതെന്നുള്ളത് ചോദിക്കും. അങ്ങനെ കുറേ പ്രാവശ്യം ചോദിച്ചിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അനങ്ങാതെ ഇരുന്ന് കഴിയുമ്പോൾ, സക്രാരിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ അതെങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് ഒരു മനസ്സിലേക്ക് വെളിപ്പെടുത്തി കിട്ടുമായിരുന്നു. അങ്ങനെ വെളിപ്പെടുത്തി കിട്ടുന്ന ആ വചനങ്ങളാണ് അന്ന് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് എന്താ പറയേണ്ടതെന്ന് ഇന്ന് തന്നെ വെളിപ്പെടുത്തി കിട്ടുമായിരുന്നു. വചനം പഴയ നിയമങ്ങളെല്ലാം അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത്, വർഗീസിനാണ് പഠിപ്പിച്ചത്, കഥാരൂപത്തിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ പഴയ നിയമം ഇങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങനെ എടുത്ത് സംസാരിക്കാനായിട്ട് അന്ന് പിന്നെ വചനം തുറക്കുമ്പം കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ പുതിയ നിയമവും ലേഖനങ്ങളും എല്ലാം ഒന്നിനൊന്ന് ചേർത്ത് സംസാരിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. എന്ത് കാര്യം വന്നാലും ഈശോയോട് ചോദിച്ചിട്ടാണ് ഇത് എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ് അന്ന് ചെയ്തിരുന്നത്. പിന്നെ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്ക് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി ഡയസിസിൽ നിന്നും കുറച്ച് ഈ എണ്ണ, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ ഈ വില്ലേജിൽ പോയി വന്നതിന് ശേഷമാണ്. ഒരാഴ്ച താമസിക്കും, പിന്നെ ഞങ്ങൾ വരും. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് ഈ ഗോഡൗണ് പൂട്ടിയിട്ടിരിക്കുന്ന പോലെ കണ്ടു. കണ്ടുകൊണ്ട് സിസ്റ്റേഴ്സിന് ഒന്നും സംശയമൊന്നും തോന്നിയില്ല. ഞാൻ വന്ന് അത് നോക്കുമ്പോഴാണ്, താഴെ പിടിച്ച് നോക്കുമ്പോഴാണ് താഴെ ഊരി കിടക്കുന്നതെന്ന് കണ്ടത്. അത് കയറി നോക്കുമ്പോൾ അതിനകത്ത് എണ്ണ ഒരു 55 കേസോളം എണ്ണ കാണാതായി കഴിഞ്ഞപ്പോൾ ഇനി അത് അത്രയും സാധനം കാണാതായി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ എടുത്തതായിട്ട് ഇത് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഡയസിലേക്ക് അയച്ചു. വിവരം അറിയിച്ചപ്പോൾ പറഞ്ഞു ഒരു കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ വികാരിച്ചനോട് പോയി പറഞ്ഞ് അച്ഛൻ കേസ് കൊടുത്തു. ഞങ്ങൾ എഴുതി കൊടുക്കുന്ന പോലെ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പോലീസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെടുത്തേ അല്ലെങ്കിൽ ഇവിടുത്തെ വാച്ച്മാനായെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്കൂളുണ്ട് അവിടെ. അങ്ങനെ അവർ പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണമല്ലോ. അപ്പോൾ ഇനിയൊരു മാർഗം തമ്പുരാൻ തന്നെ ഇത് പറഞ്ഞു തരണം, അല്ലാതെ വേറെ ആരും പറഞ്ഞു തരാനായിട്ട് ഇല്ല. അപ്പോൾ ആ സമയത്ത് തലേദിവസം വന്ന് പോലീസ് വന്ന് പറഞ്ഞു വെച്ച് പോയി, നാളെ വന്ന് അന്വേഷിക്കാൻ വന്നേക്കാമെന്ന്. എന്നിട്ട് ഞങ്ങളുടെ വാച്ച്മാനെയും കൂട്ടിയാണ് ഇവർ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചാപ്പലിൽ കയറിയിരുന്ന് എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് 9 ആകുമ്പോഴത്തേക്കും എല്ലാവരും പോയി കിടക്കും. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ട് ഞാൻ ഓർത്തു, എല്ലാ കാര്യവും തമ്പുരാനോട് ചോദിക്കുന്നതല്ലേ, ഇതും ചോദിച്ചാൽ ഈശോ പറയും. അപ്പോൾ ഞാൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈശോ ഇത് വെളിപ്പെടുത്തി തരുന്നത്. രാത്രി ഒരു 4 മണി, നേരം വെളുത്ത് 4 മണിയാറായി. 4 മണിയാറായപ്പം പിന്നെ എല്ലാവരും വരുന്ന ഏകദേശം സമയം ആകാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് ഈ സാധനം എവിടെയാണ് ഇരിക്കുന്നതെന്നും ആണല്ലോ എനിക്ക് കാണിച്ചു തരണ്ടേ. അപ്പം ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ലൈനായിട്ട് വീടുകളുണ്ട് അവിടെ. അത് ഓരോരോ ചെറിയ ചെറിയ ഹട്ടുകളായി ഇങ്ങനെ പുല്ലുകൊണ്ട് മേഞ്ഞ ഹട്ട്സാണ്. അതിന് ഇങ്ങനെ ഈ മുകളിൽ തട്ടുകളുണ്ട്. അപ്പോൾ ആ തട്ടിലാണ് ഒരു 3-ാമത്തെ വീട്ടിൽ തട്ടയിൽ ഈ പാട്ടകളെല്ലാം ഇങ്ങനെ കേസുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സാരിയിട്ട് മൂടിയിട്ടുമുണ്ട്, ഒരു മഞ്ഞ കളറിലുള്ള പൂക്കളുള്ള സാരിയിട്ട് മൂടിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ മൂടി വെച്ചിരിക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ അവിടുന്ന് എല്ലാവരും ഓരോരുത്തരപ്പോൾ ചാപ്പലി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആരും വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചാപ്പലിൽ നിന്ന് ഇറങ്ങി പോയി. ഞാൻ സാധാരണ പോലെ മുഖം കഴുകി പിന്നെ ചാപ്പലി വന്നു. സാധാരണ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കമ്മ്യൂണിറ്റി പ്രയറിന് കൂടി കഴിഞ്ഞിട്ട് അന്ന് രാവിലെ പോലീസ് എത്തി.
പോലീസ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വാച്ച്മാനോട് പറഞ്ഞു ഇയാളെ കൂടെ വിടാൻ പറഞ്ഞു കൂടത്തിൽ. അപ്പോൾ ഞാൻ സിസ്റ്റേഴ്സിനോട് ആരോടും ഇങ്ങനെ ഒരു സംഭവം പിന്നെ പറഞ്ഞില്ല, ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ആരോടും ഷെയർ ചെയ്യാതെ വാച്ച്മാനോട് മാത്രം പറഞ്ഞു നീ പോലീസിൻ്റെ കൂട്ടത്തിൽ പോകണം, പോലീസ് 1-2 വീട്ടിലേ കയറുള്ളൂ, പക്ഷേ നീ ബാക്കിയുള്ള വീട്ടിലും കൂടെ കയറണം. ആ കയറിയിട്ട് ഇത്രാമത്തെ വീട്ടിൽ ഏത് വീട്ടിൽ കയറി ആദ്യത്തെ വീട്ടിലും 2ാമത്തെ വീട്ടിലും കയറുമ്പോൾ നീയും കൂടെ പോലീസിൻ്റെ കൂട്ടത്തിൽ കയറി തട്ടേ നോക്കണം. അങ്ങനെ തട്ടേ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു സാരി ഇട്ടിട്ട് മൂടിയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ സാരി പൊക്കി നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് 1ാമത്തെ വീട്ടിൽ കയറി, 2ാമത്തെ വീട്ടിൽ കയറി, 3ാമത്തെ വീട്ടിലായപ്പം പിന്നെ പോലീസ് കയറിയില്ല. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞ പോലെ ഇവനകത്ത് കയറിയപ്പം തട്ടും കണ്ടു, സാരിയും കണ്ടു. സാരി കണ്ടപ്പോൾ ഇവൻ അത് പൊക്കി നോക്കിക്കഴിഞ്ഞ് കേസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവന് പോലീസിനോട് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. ആദ്യത്തെ വീട്ടിൽ 2ാമത്തെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് അവർ ആ വീട്ടിലെ സ്ത്രീകൾ പറഞ്ഞു. 3ാമത്തെ വീട്ടിൽ ചെന്നപ്പോഴും അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലില്ല, ഈ സാധനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആരില്ല എന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും നീ കയറി നോക്കിക്കോണം, നിന്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ നിന്നെയും എന്നെയാണ് പോലീസ് പിടിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് കൃത്യമായിട്ട് നിർബന്ധമായിട്ടും അവനെ മാറ്റി നിർത്തി പറഞ്ഞു വിട്ടുകൊണ്ട് അവൻ അന്വേഷിച്ചു, അവൻ കണ്ടെത്തി ആ സാധനം. അന്നേരത്തേക്കും ഇവൻ ഈ കട്ടുകൊണ്ടുപോയ ആ പയ്യന് ഉടനെ അവിടുന്ന് പാലക്കോട് നിന്ന് ഭീമാരത്തേക്ക് വണ്ടി കയറി, ഇതറിഞ്ഞ ആടെ. അപ്പോൾ അങ്ങനെ വണ്ടി കയറി കഴിഞ്ഞ് പിന്നെ പോലീസ് അവനെ പിടിച്ച് ഒത്തിരി കള്ളങ്ങൾ തെറിഞ്ഞു. ആ കാലഘട്ടത്തിൽ കുറേ സ്വർണവും വീട് കവർച്ചയൊക്കെ നടത്തിയത് ഇവനായിരുന്നു എന്നുള്ളത് തെളിവ് കിട്ടുകയും പിന്നെ അതോടുകൂടി അവനെ ജയിലിലാക്കുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ് പിന്നെ കുറേ നാളുകളത്തേക്ക് കേസുണ്ടായിരുന്നു. ഞാനിങ്ങനെ പോകണമായിരുന്നു. ആ സമയത്ത് തന്നെ അവിടെ വർഗീച്ചന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സിസ്റ്റർ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതായിട്ട് അച്ഛൻ കാണുകയുണ്ടായി, വർഗീച്ചൻ. അങ്ങനെ വർഗീച്ചൻ കണ്ടു കഴിഞ്ഞ് വർഗീച്ചൻ എന്നോട് ചോദിച്ചു, എന്നോടല്ല ഞങ്ങളെ പിന്നെ കൗൺസിലേക്ക് എഴുതി ചോദിച്ചു ഇങ്ങനെ എന്താണ് സംഭവം, സിസ്റ്റേഴ്സിന് എന്താ പറ്റിയെന്ന് ചോദിച്ചു കൊണ്ടിട്ട്. അന്നേരം പിന്നെ ഞങ്ങൾ മാസത്തിലൊരു കത്ത് വീതം അന്ന് വർഗീച്ചന് എഴുതുമായിരുന്നു, എല്ലാ വിശേഷങ്ങളും പറഞ്ഞ്. അച്ഛന് അതുപോലെ തന്നെ മദറിനും ഞങ്ങൾ കത്തെഴുതുമായിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ ഈ വിവരം എല്ലാം പറഞ്ഞ് കത്തെഴുതി കഴിഞ്ഞ് അച്ഛന് വിവരങ്ങൾ അറിഞ്ഞു. കേസ് ഈ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കേസ് തീർന്ന് ഞങ്ങളുടെ സാധനം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. സിസ്റ്റർ അപ്പം എത്ര വർഷം മിഷൻ രംഗത്ത് പ്രവർത്തനം ചെയ്തു? ഒരു 19 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. പാലക്കോടിലൊരു 6 വർഷം, ജാലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 6 വർഷം. അതായത് ഏലൂർ ഡയസിസിൻ്റെ 2 സ്റ്റേഷനുകളാണിത്, 2 പാരീഷുകളാണിത്. ആദ്യം ഞാൻ വർക്ക് ചെയ്തിരുന്ന 4 മണ്ഡലങ്ങളുണ്ടായിരുന്നു. ആ 4 മണ്ഡലത്തിൽ ഇപ്പം പല സ്ഥലങ്ങളിലും പാരീഷുകളായി മാറി. അതൊക്കെ അവിടെ ഒന്ന് ഏലൂര്, പാലക്കോട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയത് ചാന്താ മിഷനിൽ ആദിലാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, ഇച്ചോടാന്ന് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വന്നത് കടപ്പാ ഡയസിസിലെ ചിറ്റൂരാണ്. ചിറ്റൂർ ലെപ്രസി സെൻറ്ററിലാണ് എന്നെ വർക്ക് ചെയ്യുന്നത്. അവിടെ ലെപ്രസി സെൻറ്റർ 3.5 വർഷം ഉണ്ടായിരുന്നു. ആ 3.5 വർഷം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ആയുർവേദ മെഡിസിൻ്റെ പ്രിപ്പറേഷന് പഠിക്കാനായിട്ട് 2.5 മാസത്തേക്ക് അവിടെ തന്നെ വിടുകയുണ്ടായി. അതിനു മുമ്പ് ജാലിപ്പടിയിലുണ്ടായിരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലും ഒരു 3 മാസത്തേക്ക് വിടുകയാണ്. ബാംഗ്ലൂർ, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ, അവിടെ ഒരു 3 മാസത്തേക്ക് പഠിക്കാൻ വിടുകയുണ്ടായി. അങ്ങനെ ഈ കാലഘട്ടത്തിലുള്ള 2 പ്രാവശ്യം പഠിക്കാൻ പോവുകയും ബാക്കി സമയങ്ങൾ മുഴുവനും ഇതേപോലെയുള്ള സുവിശേഷ പ്രഘോഷണമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു. ആദ്യത്തെ കാലഘട്ടങ്ങളിൽ സിസ്റ്റർ ആൻസിറ്റയാണ് 4 മാസത്തേക്കുണ്ടായിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ 4 വർഷവും വളരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വില്ലേജ് പോകുന്നതിനും പിന്നെ രാത്രിയിലാണെങ്കിലും ക്ലാസ് എടുക്കുന്നതിനും അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. രണ്ടാമത്തെ സ്ഥലത്തേക്ക് മാറിയപ്പോഴും അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. ക്രൈസിസ് വന്നെങ്കിലും പിന്നെ സിസ്റ്റേഴ്സ് എപ്പോഴും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ വളരെ കാര്യമായിട്ടാണ് ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ
ഞങ്ങളന്ന് അന്ന് 50 നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു നേരമൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും 50 ദിവസവും ഒരു നേരം നിൽക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ദിവസത്തിലാണ് ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പം അതിഭയങ്കരമായ ദുരിതം അനുഭവിക്കുന്നൊരു വീടാണ്. ഭക്ഷണമില്ലാതെ കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ട്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പം അവരെന്നോട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അകത്ത് കയറി അവരുടെ കഞ്ഞി വെച്ചിരുന്ന കലവും അതുപോലെ തന്നെ കറി വെച്ചിരുന്ന പാത്രമൊക്കെ ഒന്ന് തുറന്നു നോക്കിയപ്പം അതിനകത്ത് കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട്. ചോറ് അത്യാവശ്യത്തിനുണ്ട് എല്ലാവർക്കും കഴിക്കാൻ മാത്രം. പക്ഷെ കറിയൊന്നുമില്ല. വെറും മുളക് അരച്ചിട്ട് ഉപ്പ് ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കറി. ഞാനിതിങ്ങനെ പൊക്കി നോക്കുന്ന കണ്ടപ്പോൾ അവർ വിചാരിച്ചു എനിക്ക് വിശന്നിട്ടാണ് ഞാനിത് പൊക്കി നോക്കുന്നതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ചോറ് കഴിക്കണോ, നിങ്ങൾ രണ്ടുപേരും ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാൻ പതുക്കെ എൻ്റെ കൂടെയുള്ള സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി, നമുക്ക് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എൻ്റെ മുഖത്തേക്ക് നോക്കി, ഇവിടുന്ന് എങ്ങനെ ചോറ് കഴിക്കുന്നത്, ഈ ഇല്ലാത്തവരുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് കഴിക്കുന്നത്? അന്നേരത്തേക്ക് അവർ വേറെ പ്ലേറ്റൊക്കെ കഴുകി എടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. വിളമ്പി തന്നപ്പോൾ ഈ പിന്നെ മുളക് ചാറാണ് അതിൻ്റെ പുറത്തൊഴിച്ചിരിക്കുന്നത്. കുറച്ച് ചോറ് മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ വീട്ടിൽ 2 ഇരട്ട പിള്ളേരെ വേറെ 3-5 മക്കളാണ് ആ വീട്ടിലുള്ളത്. അപ്പം ഇവർ ഇങ്ങനെ മെലിഞ്ഞ് വളരെ ഭക്ഷണം കഴിക്കാതെ വളരെ മെലിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടായിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായി ചോറ് കഴിക്കുന്നത്. ഇനി ഇവർക്ക് പഞ്ഞം ഉണ്ടാകാതിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചോറ് കഴിച്ചു. ആ നിയോഗം അതായിരുന്നു, ഇനി ഇവരുടെ വീട്ടിൽ ചോറോ കറികളോ ആട്ടിടരുത്, ഉണ്ടാകണം. ആ ഒരു പ്രാർത്ഥനയോടെ ഞാൻ പറഞ്ഞു, ഈ ചോറ് എൻ്റെ കൂടെയുള്ള സിസ്റ്ററിനോടും പറഞ്ഞു, നമുക്ക് ഈ ചോറ് കഴിക്കുന്നത് വളരെ ഒരു പ്രത്യേക നിയോഗത്തോടു കൂടി കഴിക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ആ ചോറ് കഴിച്ചു. അത് പിന്നെ ആ കുടുംബത്തിൽ ചോറായിട്ടിട്ടില്ല, കറിയും ആയിട്ടിട്ടില്ല. ആ ചേട്ടന് പണിയെടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ ഞങ്ങൾ എന്നിട്ട് വിവരങ്ങളെല്ലാം വന്ന് പള്ളിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് അവരുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛന്മാർ അവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഇവർ ദൂരെ പോയി ജോലി ചെയ്താൽ ഇവർക്ക് 40 രൂപ അന്ന് കിട്ടും. അടുത്ത് ജോലി ചെയ്താൽ 10 രൂപയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ 40 രൂപ അവർക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി. പിന്നെ കുട്ടികളെയൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ട്രാൻസ്ഫർ ആയതിനു ശേഷം പിന്നെ അവരുടെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ പിന്നെ അവരുടെ എല്ലാവരും ആ ഇരട്ടപ്പിള്ളേരൊക്കെ രക്ഷപ്പെട്ട് സ്കൂൾ പഠിച്ച് നല്ല ഉദ്യോഗസ്ഥരായി. ദൈവവിളി സ്വീകരിച്ചവരുണ്ട്. പല ഗ്രാമങ്ങളിൽ നിന്നും അച്ഛന്മാരായവരും സിസ്റ്റേഴ്സ് ആയവരുമുണ്ട്. ദൈവവിളി സ്വീകരിച്ചവരുണ്ട്. 1987 ആദ്യമായി സിസ്റ്റർ കൊച്ചുറേച്ചാരുടെ ആന്ധ്രാ മിഷനിൽ ഞാൻ സേവനം ആരംഭിച്ചത്. ഗ്രാമങ്ങൾ തോറും ഭവനങ്ങൾ തോറും ചുറ്റി നടന്ന യേശുവിൻ്റെ തീക്ഷ്ണതയായിരുന്നു സിസ്റ്റർ കൊച്ചുറേച്ചായിക്ക്. നല്ല മിഷൻ സ്പിരിറ്റോടു കൂടിയായിരുന്നു സിസ്റ്റർ ഗ്രാമങ്ങൾ തോറും നടന്നിരുന്നത്. രാവിലെ 1 മണിക്കൂർ സമയം പ്രാർത്ഥിച്ച് ആരാധിച്ച് ആ ഗ്രാമത്തെയും കുടുംബത്തെയും എല്ലാം സമർപ്പിച്ച് ശക്തി സംഭരിച്ചാണ് സിസ്റ്റർ വില്ലേജിലേക്ക് പോകുന്നത്. എനിക്ക് വളരെ നല്ല ദൈവാനുഭവമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജാതി ഭേദമന്യേ സിസ്റ്റർ എല്ലാ കുടുംബങ്ങളിലും സന്ദർശിച്ചിരുന്നു. അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആശ്വാസങ്ങളും സിസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നത് സ്വന്തം സഹോദരങ്ങളെപ്പോലെ അനുഭവപ്പെട്ടു. അവർക്കാണെങ്കിലും സിസ്റ്റർ ഒരമ്മയും ഒരു സഹോദരിയുമായിരുന്നു. അവരുടെ കുടുംബങ്ങളിൽ എന്ത് സംഭവിച്ചാലും, പ്രത്യേകിച്ച് മരണമോ രോഗമോ സംഭവിച്ചാൽ സിസ്റ്ററിനെ വിവരം അറിയിക്കും. സിസ്റ്റർ എന്ത് വില കൊടുത്തും ആ വീട്ടിൽ ചെന്നിരിക്കും. ഒരുപക്ഷെ മരണസമയത്ത് സെമിത്തേരിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, എങ്കിലും സിസ്റ്റർ ആ ശവസംസ്കാരത്തിലെല്ലാം പങ്കെടുക്കും. ഇത് കണ്ട് ജനങ്ങൾ പറയാറുണ്ട്, ഇതൊരു അമാനുഷിക ശക്തിയുള്ളത് കൊണ്ടാണ് ഈ സിസ്റ്ററിന് എങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന്. അതുപോലെ തന്നെ സിസ്റ്റർ ഒരിക്കൽ ഇരുവാരം എന്ന സ്ഥലത്ത് ലെപ്രസി സെൻറ്ററിൽ വർക്ക് ചെയ്യുമായിരുന്നു. സിസ്റ്ററിനെ അവരെ കാണുവാനായിട്ട് ഞാനൊരു ദിവസം ചെന്നപ്പോൾ സിസ്റ്റർ കൊച്ചുറേച്ചായും സിസ്റ്റർ ഈസിയും റോഡരിയിൽ നിന്നുകൊണ്ട് കുഴി വെട്ടുകയാണ്. ഞാൻ അടുത്ത് ചെന്നപ്പം ഹൃദയഭേദമായ ഒരു കാഴ്ചയാണ്. അവരുടെ ഒരു ലെപ്രസി പേഷ്യൻ്റ് മരണമടഞ്ഞു. അവന് ശവസംസ്കാരം നടത്തുന്നതിനായിട്ട് കുഴി വെട്ടുകയാണ്. അവർ ഏകദേശം 6 പേരെ ഇങ്ങനെ റോഡരികിൽ സംസ്കരിച്ചിട്ടുണ്ട്. പിന്നീട് അവർ ജില്ലാ കളക്ടറുടെ പെർമിഷനോടുകൂടി സ്വന്തമായി കല്ലറ ഉണ്ടാക്കി അവരെ ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ തന്നെ അടക്കുകയാണ്.
അതിനെല്ലാം സിസ്റ്ററിനൊരു ഭയങ്കര ഒരു നല്ല ആത്മധൈര്യവും ശക്തിയും ഒക്കെ കിട്ടിയത് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ ചില പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകുമെങ്കിലും സിസ്റ്റർ പ്രാർത്ഥിച്ച ശക്തി അങ്ങ് മുന്നേറുകയാണ്. നല്ല സൈനികത്തിൻ്റെ ശക്തിയോടെ കൂടെ മുന്നേറി സിസ്റ്റർ പോകുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. സിസ്റ്റർ കൊച്ചു ത്രേസ്യയുടെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. സിസ്റ്ററിൻ്റെ ആയുർവേദ പ്രവർത്തന മേഖലകളെക്കുറിച്ച് അടുത്ത ആഴ്ച നമുക്ക് പങ്കുവയ്ക്കാം. അതുവരെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം.